ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീപ്പ് ഫീലിങ്സ് എന്താണെന്നറിയുക എന്നുള്ളതാണ്. തന്നെയല്ല, അവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതൊക്കെ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കണം. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസണേറ്റ് ചെയ്യാൻ നോക്കരുത്. കാരണം പലരുടെയും എനർജി കയറി വരുന്നതാണ്, പലർക്കും പല സിറ്റുവേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ്, Three of Wands, Knight of Cups, Knight of Wands, Knight of Wands, Two of Pentacles, the Emperor, Eight of Swords, the Hermit, Justice, the Lovers. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ്. കാരണം അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ള ആൾക്കാരാണ്. ഇതൊരു ദൈവാനുഗ്രഹത്തോട് കൂടിയ ബന്ധമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇതിനിടയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് എന്താണെന്നല്ലേ. അവർ നിങ്ങളിൽ നിന്നും മറയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ. അവർ ഇപ്പോൾ സൈലൻറ്റ് മൂഡിലാണ് എന്നാണ് കാണുന്നത്. കാരണം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഇത്തിരി ഒരു അകൽച്ച ഉണ്ടായിരിക്കാം. ഇവിടെ കണ്ടില്ലേ, അവരെന്തിലോ ബന്ധനത്തിലാണെന്ന് കാണുന്നുണ്ട്. അവരിപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊന്ന് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്തൊക്കെ നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഫാമിലി ഉണ്ടായിരിക്കാം, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആയിരിക്കാം ഇത് നിങ്ങൾക്ക്. അപ്പോൾ അവിടെ അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് ഫാമിലി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നില്ല. കണ്ടില്ലേ, അവർക്ക് ഫാമിലി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നില്ല. ഇവരിവിടെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അവർ ആ ഒരു കാര്യത്തിൽ സൈലൻ്റ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട്, നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ നൈറ്റ് ഓഫ് വാൻസ് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ആവേശം. നിങ്ങളെ ഫിസിക്കലി നിങ്ങളെ കണ്ടിട്ട്, നിങ്ങളുടെ ആ രൂപസാദൃശ്യമൊക്കെ കണ്ട്, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് ആകൃഷ്ടനായി അല്ലെങ്കിൽ ആകൃഷ്ടയായി. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഒരുപാട് ആവേശത്തോടുകൂടി, ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് പോകണം എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. അവർ നിങ്ങളുടെ പുറകെ വന്ന്, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് അവർ നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ നിങ്ങൾ ഒരുപാട് എതിർത്തുവെങ്കിലും പക്ഷെ നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് കാണുന്നുണ്ട്. നിങ്ങൾ ഇതിൽ കുറച്ചൊന്ന് ഇൻവോൾവ് ആയി. പക്ഷെ പിന്നീട് അവരിവിടെ മറക്കി. ഇപ്പോഴും നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കണ്ടില്ലേ നൈറ്റ് ഓഫ് കപ്സ്.
ഇവിടെ എപ്പോഴും ഇവിടെ ലവ് പ്രപ്പോസൽ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് അത്രമാത്രം ഇഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി നിങ്ങളിൽ നിന്നും എന്തോ അവർ മറച്ചു വയ്ക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അവർ മറച്ചു വയ്ക്കുന്നത് എന്തോ അവരുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അവരുടെ ഫാമിലിയിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ സ്നേഹബന്ധങ്ങൾക്കിടയിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലുമായിട്ടുള്ള ബന്ധമായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ കാരണം അവർക്ക് തീർച്ചയായിട്ടും അവർക്കൊന്ന് മൗനം പാലിക്കേണ്ടതായിട്ട് വന്നു. കണ്ടില്ലേ, അവർ മൗനം പാലിച്ചിരിക്കുകയാണ്, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലാണ്. അങ്ങനെ അവർക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലാണ് അവരിപ്പോൾ. കണ്ടോ, അവർക്കിവിടെ മൗനം പാലിക്കേണ്ടതായിട്ട് വന്നു. ഇത് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹം, ഈ ഒരു ബന്ധം ഇവിടെ നശിച്ചു പോകുക എന്നുള്ളതല്ല, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം മാത്രമാണ് ഇപ്പോൾ. കണ്ടില്ലേ, ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരവസ്ഥയിലാണ് അവർ ഇപ്പോൾ. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയുണ്ട്. ഇതിവിടെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും, നിങ്ങൾ അവരോട് എത്തരത്തിലായിരിക്കും സഹകരിക്കുന്നത്, അല്ലെങ്കിൽ ഇടപഴകുന്നത്, നിങ്ങളുടെ സ്നേഹം പഴയതുപോലെ ലഭിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയാണ് അവർക്കുള്ളത്. ഈ ഒരു കാര്യത്തിൽ അവർ ഇവിടെ കണ്ടില്ലേ, വളരെയധികം വിഷമിച്ച് കഴിയുന്ന ഒരവസ്ഥയാണ്. വളരെയധികം ആ ഒരു സിറ്റുവേഷനിൽ, അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് ഫിനാൻസ് പരമായ സിറ്റുവേഷൻ ആവാം, ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി, ഇവിടെ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും ആകാം. എന്തോ ഒന്ന് അവരുടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടായിട്ട് അതിൽ അവർ അത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അവിടെയല്ല എങ്കിൽ അവർ അടിമയ്ക്ക് കഴിയുന്നത് പോലെയുള്ള ഒരവസ്ഥ. അവിടെ അവർ ചിലപ്പോൾ ബന്ധനത്തിലായിരിക്കാം എന്ന് തന്നെയാണ് കാണുന്നത്. കണ്ടില്ല, ഇവിടെ പക്ഷെ അവരിവിടെ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അവർക്ക്. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണാൻ ഓടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എംപററുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയാണ് വേണ്ടത്. അവർ നിങ്ങളുമായിട്ട് നല്ല സ്റ്റേബിളായ ഒരു ബന്ധത്തിലേക്ക് പോകണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ആഗ്രഹത്തിന് ഇവിടെ ഒരു ജസ്റ്റിസ് തീർച്ചയായിട്ടും വന്നേ പറ്റൂ. ഇവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ. പക്ഷേ അവരുടെ ഈ ഒരു സിറ്റുവേഷനാണ് അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഹിഡനായിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് ഇത്തരമൊരു അവസ്ഥയാണ്. കാരണം ഇവിടെ സാമ്പത്തികപരമായിട്ട് ആരുമായിട്ടോ ഇഷ്യൂ ഉണ്ടായിരിക്കാം, അതല്ല എങ്കിൽ അവരുടെ വീട്ടിൽ തന്നെയും ഇഷ്യൂ ഉണ്ടായിരിക്കാം, അല്ല അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കാം. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുമായിട്ടൊരു സ്നേഹം കൂടിയത്. അല്ല എങ്കിൽ നിങ്ങൾ സ്നേഹം കൂടിക്കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഫാമിലിയിൽ തന്നെ അവർ അകന്നു കഴിയുന്നു. ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളോട് ചിലപ്പോൾ പറയുന്നില്ല. നിങ്ങളോട് ഇതൊക്കെ മറച്ചു വെച്ച് ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന് വേണ്ടി, നിങ്ങളുടെ ഈ സോൾമേറ്റ് കണക്ഷൻ. കണ്ടില്ലേ, ഇതൊരു ദൈവാനുഗ്രഹമുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളോട് ഇതിവിടെ മറച്ചു വയ്ക്കുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, ലീഗൽ ഇഷ്യൂസ്. കണ്ടില്ല, ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ലീഗൽ ഇഷ്യൂസ് ആകാം, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ അവർക്ക് ആരെങ്കിലുമായിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങളോട്, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട്. ഇത് നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കാതെ പറ്റില്ല. അങ്ങനെയാണ് അവർ നിങ്ങളോടൊപ്പം നടന്നുകൊണ്ട് അധികം മൂഡ് ഓഫ് ആയിട്ട് കാണുന്നത് എന്നാണ് കാണുന്നത്. അധികം നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചിരിച്ച് കളിക്കാനോ ഒന്നും ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു മൂഡ് അവർക്കില്ല ഇപ്പോൾ എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കാണിച്ചു എടുക്കാവേ. നിങ്ങളെ അവരെയും തമ്മിൽ കണ്ടില്ലേ, ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണ്ടി വരുമോ, നിങ്ങളെയാണ് വേണ്ടത്, അവരെയാണ്? നിങ്ങളുടെ തട്ടാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഇവിടെ നിങ്ങളുടെ തട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്, അവരുടെ താണാണ്. അപ്പോൾ നിങ്ങൾക്കാണ് പ്രയോറിറ്റി ഇവിടെ തരുന്നത്.
കണ്ടില്ലേ, അവരില്ല എങ്കിലും വേണ്ടില്ല, നിങ്ങളെ അവർക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഈ ഒരു വ്യക്തിക്ക് ഉള്ളത്. ക്ലാരിഫിക്കേഷനായിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാവേ. ഫൈവ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, എന്തൊക്കെയോ കള്ളം നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളോടെല്ലാം തുറന്നു പറയാനാവാതെ വിഷമിക്കുകയാണ്. മറ്റു പല വഴികളിൽ നിന്നും അവരുടെ ഫാമിലിയിൽ നിന്നും അവർക്ക് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അതൊരു അനുഭവമാക്കി അവർ ഹിഡൻ ചെയ്തിരിക്കുന്നു, അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നു. ഇതൊരു ഹിഡൻ സീക്രട്ടാണ് അവരുടേത്, മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല. ആരോ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാവാം, ആരോ ഇവരെ ചീറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിച്ചിട്ട് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയാകാം, അവർക്ക് തിരിച്ച് കിട്ടുന്നില്ലായിരിക്കാം. അതൊന്നും നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഉടനെ തന്നെ അവരോട് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ പരുഷമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയുള്ള ഒരു പേടിയാണ് അവർക്കിപ്പോൾ ഉള്ളത്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, കണ്ടില്ലേ? അവരിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവർ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു എനർജിയിലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, പക്ഷേ ഇതൊന്നും നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് ചോദിക്കുന്നുമില്ല. എന്നാൽ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ബാധ്യതയുണ്ട്, എന്നെ കുറച്ചൊന്ന് സഹായിക്കാമോ എന്നൊന്നും അവർ ചോദിക്കുന്നില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അവർ രാപകൽ അധ്വാനിക്കുന്നുണ്ട്. അങ്ങനെ അധ്വാനിച്ചിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊണ്ടുപോകുന്നത്. ഇതൊന്നും നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഓ, ഈ വ്യക്തി എന്താണാവോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിങ്ങളും ഇരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് അവരോട് ദേഷ്യപ്പെടുന്നുണ്ടാവാം. പക്ഷെ അവർക്ക് ഇതൊന്നും നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പോൾ പറയാൻ പറ്റുന്നുമില്ല. അതാണ് ഇവിടെ കാണുന്നത്. മൂന്നാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് പേടിയും ഭയവും ഒക്കെ ഉണ്ട്. നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ള പേടിയും ഭയവും അതാണ് ഇവിടെ അനുഭവിച്ചിരിക്കുന്നത്. രാത്രി മുഴുവൻ ചിലപ്പോഴൊക്കെ ഉറക്കമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ, പേടി ഒത്തിരി ഉണ്ട്. ഒത്തിരി വല്ലാത്ത വികാരങ്ങളും ഒക്കെ കൊണ്ട് അവർക്ക് ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരവസ്ഥയാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. ഇതൊക്കെ അവരുടെ ഡീപ്പ് ഫീലിങ്സ് ആണ്. ഈ ഡീപ്പ് ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെയും അവർക്ക് ആരോടും പറയാൻ പറ്റില്ല, ആരോടും ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളോട് പ്രത്യേകിച്ച് ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം സോൾവ് ആയി കഴിഞ്ഞതിന് ശേഷം അവർ പറയുമായിരിക്കും. നോക്കാം നമുക്ക്. ജഡ്ജ്മെൻ്റാണ്, കണ്ടോ? ഇതെല്ലാം സോൾവ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയും, നിങ്ങളോട് ഇതിലും നല്ല ഒരു തുടക്കം വരും. കാരണം കണ്ടില്ലേ, ഇതിൽ ഒരുപാട് സ്നേഹത്തോടുകൂടി വീണ്ടും വരുന്ന എനർജിയാണിത്. ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഫീലിങ്സ് എല്ലാം ഉള്ളിലൊതുക്കി, കണ്ടില്ലേ ഇവിടെ പേടി അനുഭവിക്കുകയാണ്. ഈ ഫീലിങ്സ് എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നിങ്ങളോട് ഒരു ദിവസം ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറഞ്ഞിട്ട് എന്താണ്, ഒരു പുതിയ തുടക്കം വീണ്ടും നിങ്ങളോട് ഇതേ ഒരവസ്ഥയിൽ വന്നു ചേരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇതാണ്, ഈ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, അവരുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, അതിനായിട്ട് അവർ ജസ്റ്റിസ് നോക്കിയിരിക്കുന്നുണ്ടാവാം. ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്, അതിനായിട്ടൊരു ജസ്റ്റിസിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടാവാം. കണ്ടില്ലേ, ഇവിടെ ജസ്റ്റിസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കണ്ടില്ലേ, അവർ തമ്മിലിപ്പോൾ അവരുടെ ഫാമിലി ഉള്ളവരാണെങ്കിൽ അവർ തമ്മിലിപ്പോൾ നല്ലൊരു അകൽച്ചയുണ്ട്. ഇതൊന്നും നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. അതാണ് ഇവരിവിടെ ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ വരും എന്ന് നോക്കാം.
ചക്രയാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഡിസ്കണ്ടന്റ് ആൻഡ് ബോട്ടം. കണ്ടില്ലേ? അവർക്ക് ജീവിതത്തോട് തന്നെ വല്ലാത്തൊരു വിരസത, വിരക്തി ഒക്കെ അനുഭവിക്കുന്നു. കാരണം എന്താണ്? പ്രശ്നങ്ങളുണ്ട്, ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ. എന്താണ് ഇവിടെ? ഇമോഷണൽ ലോസ്. കണ്ടില്ലേ? ഇമോഷണൽ ലോസ്. ഈ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ കഴിയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളോട് എങ്ങനെയാണ് സന്തോഷകരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ ഒരു അവസ്ഥ അവർക്കുണ്ട്. മനസ്സിലായോ? ഇവിടെ ജീവിതത്തോട് തന്നെ വിരസത, പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. ഇവിടെയോ ഇമോഷണൽ ലോസ്. ഹൃദയപരമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ അങ്ങ് ഒരു നശിച്ച ഒരവസ്ഥ, അല്ലെങ്കിൽ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ട ഒരവസ്ഥ. സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കാനും ചിരിക്കാനും അവർക്ക് പറ്റുന്നില്ല. നിങ്ങളപ്പോൾ തെറ്റിദ്ധരിക്കും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്, അല്ലേ? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കുറച്ച് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. അവരിവിടെ നിന്നും മൂവ് ഓൺ ആവും, മുന്നോട്ട് വരും, സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. വന്നിട്ടോ സെലിബ്രേഷൻ, നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷന് തയ്യാറെടുക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉണ്ടല്ലേ? ഇവിടെ അവർ എത്രമാത്രം സാക്രിഫൈസ് ചെയ്താലും നിങ്ങളോടൊപ്പം വന്ന് സെലിബ്രേറ്റ് ചെയ്യണം ലൈഫ് എന്നാണ് ഇവിടെ അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ഒരാഗ്രഹം അവർക്കുണ്ട്. നമുക്ക് നോക്കാം അവരെന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള വികാരം എന്താണ്? നിങ്ങളോട് എന്തെങ്കിലും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊന്ന് നോക്കാം. ഐ ലവ് യു ആസ് യു ആർ. നീ എന്നെ സ്നേഹിക്കുന്നവരല്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. ഇത് 100% ഉറപ്പായ കാര്യമാണ്. മനസ്സിലായോ? ഐ വാണ്ട് ടു ഫാൾ ഇൻ ലവ് വിത്ത് യു അഗെയിൻ ആൻഡ് അഗെയിൻ. ഞാൻ നിന്റെ സ്നേഹത്തിൽ വീണുപോയിരിക്കുന്നു വീണ്ടും വീണ്ടും. അപ്പോൾ പിന്നെ ഇവിടുന്ന് വേർപിരിയാൻ പറ്റില്ല. ഐ ഹോപ്പ് യു വിൽ ഫർഗിവ് മീ സൂൺ. ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എനിക്ക് എത്രയും പെട്ടെന്ന് മാപ്പ് തരും എന്നുള്ളത്. എൻ്റെയും മൗനത്തിന് കാരണം എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങൾക്കതറിയില്ല, നിങ്ങൾക്കതറിയില്ല ഹി ഓർ ഷീ. അപ്പോൾ ഇതറിയാത്തിടത്തോളം ഞാനിത് തുറന്ന് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മാപ്പ് തരും, എന്നോട് ഫർഗിവ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന്. രണ്ട് കാർഡ്സ് എടുക്കാതെ. മൈ വേൾഡ് റോം അറൗണ്ട് യു. എൻ്റെ ലോകം കറങ്ങുന്നത് നിനക്ക് ചുറ്റുമാണ്. കണ്ടില്ലേ? നീയാണ് എൻ്റെ വേൾഡ്, നീ എൻ്റെ ലോകമാണ്. ഞാൻ നിന്നോട് പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് എൻ്റെ ലോകം, നിങ്ങളില്ലാതെ എനിക്കൊരു ലോകമില്ല. അത് എനിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഐ വിഷ് ഐ കുഡ് ചേഞ്ച് മൈ പാസ്റ്റ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ കാലം ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളോട് ഇതെല്ലാം പറയാനും ഒരു മാറ്റത്തിന് ഞാൻ തയ്യാറാണ്. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടി എടുക്കാം. ഐ കനോട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല നിങ്ങളില്ലാതെ ഒരു ജീവിതം, അല്ലെങ്കിൽ നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ പിന്നെന്താണ്? അപ്പോൾ പിന്നെ വീണ്ടും നിങ്ങളിവിടെ ഒത്തുചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഹിഡൻ ഫീലിങ്സ്, അവരുടെ ഡീപ്പ് ഫീലിങ്സ്. ഇതാണ് അവർ നിങ്ങളോട് മറച്ചു വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട്. ഇതാണ് അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഡീപ്പ് ഫീലിങ്സ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.